ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ഇപ്പം ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അലീനേനെയാണ് കേട്ടോ. അപ്പം നമ്മൾ അലീനയോട് ഗംഗാധര മേനോനും ശിവശങ്കര മേനോനും സംസാരിക്കുകയാണ്. അവർ വീട്ടിലേക്ക് വന്നല്ലോ, നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രനെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ അലീന പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഗംഗാധര മേനോനും ശിവശങ്കര മേനോനും അതിനൊരു അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ പോകണ്ട എന്ന് പറയാനോ ഒന്നും സാധിക്കുന്നില്ല. കാരണം അലീന പോകുക എന്നത് ഇവർക്ക് ഗുണമാണോ ദോഷമാണോ ഇപ്പൊ ചെയ്യാൻ പോകുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയാൻ മേലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഓരോ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ അലീന തന്നെ ഇവരെ അകത്തേക്ക് വിളിച്ചു കേട്ടോ. അതൊന്നും സാരമില്ല, അതൊക്കെ പോട്ടെ, ഞാൻ തീരുമാനിച്ചതാണല്ലോ ഇവിടുന്ന് പോകണമെന്ന്. എന്നാണെങ്കിലും ഒരു ദിവസം എനിക്ക് പോയല്ലേ പറ്റത്തുള്ളൂ, അപ്പൊ ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ അകത്തേക്ക് വിളിച്ചിട്ട് അതെ ഒരു ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മനു പറഞ്ഞു, സ്ട്രോങ് ആയിട്ട്, അതെ ഗംഗാധരൻ അങ്കിളിന് സ്ട്രോങ് ആയിട്ടൊരു ചായയും എനിക്കും അച്ഛനും ലൈറ്റ് ആയിട്ടൊരു ചായ എന്ന് പറയുമ്പോൾ മനുവേട്ടനും അച്ഛനും ലൈറ്റ് ആയിട്ടുള്ളൊരു ചായ എന്ന് എനിക്കറിയാം. ഏതായാലും അങ്കിളിന് ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ചായ എടുക്കാം, ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന ചായ എടുക്കാനായിട്ട് പോയി. ഈ സമയത്ത് ബാലചന്ദ്രൻ താഴേക്കൊന്നും ഇറങ്ങി വന്നിട്ടില്ല കേട്ടോ. ബാലചന്ദ്രനെ കാണണമെങ്കിൽ ഇവര് സ്റ്റെയർ കയറി മേളിലേക്ക് തന്നെ പോകേണ്ടി വരും. അല്ലാതെ ഒരിക്കലും ഇവരുടെ കാൽച്ചോട്ടിൽ വന്നിട്ട് നമ്മുടെ ബാലചന്ദ്രൻ നിന്ന് കൊടുക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് ചായയൊക്കെ എടുത്തിട്ട് വന്ന ഉടനെ തന്നെ ചായയൊക്കെ കുടിച്ചു. അപ്പം ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് ഇവര് നേരെ സ്റ്റെയർ കയറി മേളിലേക്ക് പോവുകയാണ്. മനു അവിടെ നിന്നു കേട്ടോ. മനു ഇവരുടെ കൂടെ കയറി പോയില്ല. മനു അലീനയുടെ അടുത്ത് നിന്നു. ബാക്കി രണ്ടുപേരും ഗംഗാധര മേനോനും ശിവശങ്കര മേനോനും കൂടി നേരെ നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്തേക്ക് കയറിപ്പോയി. അങ്ങനെ അലീനയോട് ഓരോ കുശലങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മുടെ മനു നിൽക്കുകയാണ്. അപ്പം മനു ചോദിക്കുന്നുണ്ട്, അല്ല അലീനെ, നീയപ്പോ പോകാൻ തന്നെ തീരുമാനിച്ചു, ഉറപ്പിച്ചുവല്ലോ അല്ലേന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ മനുവേട്ട ഞാൻ ഉറപ്പിച്ചു. ഏതായാലും ഞാനിന്നെ തിരുത്താനോ അതിനി മാറ്റിക്കുറിക്കാനോ ഒന്നും വരുന്നില്ല, നീ തീരുമാനിച്ചതാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ കൃഷ്ണമോള് കടന്നു വരും. കൃഷ്ണമോള്, ഇതാരാ ഇത്? മനുവേട്ടന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നോ? എത്ര ദിവസമായി ഇങ്ങോട്ടൊക്കെ കണ്ടിട്ടോ? ഓ, നിങ്ങൾ കറക്കത്തിലല്ലായിരുന്നോ? കറക്കം. അതെ എന്റെ പൊന്നി കൃഷ്ണമോള്, ഒന്ന് കറങ്ങാൻ പോകുമ്പോ എന്നെ വിളിച്ചെന്നോർത്ത് കുഴപ്പമുണ്ടായിരുന്നോ? അതോ ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെടത്തില്ലേ, അതാണോ നിങ്ങൾ എന്നെ കൊണ്ടുപോകാതെ കറങ്ങാൻ പോയതെന്ന് ചോദിച്ചപ്പോ, അയ്യോ മനുവേട്ട, അത് പിന്നെ ഞങ്ങളതൊന്നും ഓർത്തില്ല, പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നേ. പെട്ടെന്ന് അച്ഛന് 2 ദിവസത്തെ ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് ഒരു 2 ദിവസത്തെ ട്രിപ്പ് അങ്ങ് പോയേക്കാന്ന്. ഏതായാലും സോറി മനുവേട്ടാന്ന് പറയുമ്പോ, സോറി ഇനി സോറി പറഞ്ഞാൽ മതിയല്ലോ. അല്ല മനുവേട്ട, എന്തു പറ്റി എല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നത്? പതിവില്ലാത്തൊരു വരവ്, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കൃഷ്ണമോൾ ചോദിക്കുമ്പോഴത്തേക്കും, പ്രശ്നമല്ലേ മോളെ ഉള്ളൂ, ഇനി അങ്ങോട്ട് പ്രശ്നം തുടങ്ങാൻ പോവാണല്ലോ. നിന്റെ അച്ഛനാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഇനി അങ്ങോട്ടേക്ക് പ്രശ്നം മാത്രമേ ഈ വീട്ടിൽ ഉണ്ടാവത്തുള്ളെന്ന്. അതൊന്നും കേൾക്കാതെയും കാണാതെയാണല്ലോ ഇവിടെ ചിലവർ പോകാനിരിക്കുന്നത്. അത് നമ്മുടെ അലീനക്കിട്ടൊന്ന് കുത്തിയതാണ് കേട്ടോ, നല്ലോണക്കൊന്ന് കുത്തിയതാണ്. അപ്പൊ കൃഷ്ണനോട് പറഞ്ഞു, നമ്മൾ എന്ത് ചെയ്യാനാ മനുവേട്ട, അച്ഛനെ അലീന ചേച്ചിക്ക് താമസിക്കാനുള്ള സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടാ വന്നിരിക്കുന്നത്. 2 ദിവസം അലീന ചേച്ചിനെ താമസിപ്പിക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി പോയതായിരുന്നു അത്രേ. എന്നിട്ട് ഇപ്പം അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഇനിയിപ്പം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും അലീന ചേച്ചി പോകും. ഇനിയിപ്പം പിന്നെ എന്ത് ചെയ്യാനാ, എന്ത് പറയാനാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മനു പറഞ്ഞു, പോകേണ്ടവർക്ക് പോകാമല്ലോ, പോകേണ്ടവർക്ക് പോകാം. നമ്മളാരും പിടിച്ചു നിർത്തണ്ട കൃഷ്ണമോളെ. ഇഷ്ടമില്ലാത്തടത്ത് എന്തിനാ നമ്മൾ പിടിച്ചു നിർത്തുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. മനു പറയാ, എന്നെ ആരോ പാതി വഴിക്ക് ഇട്ടിട്ട് പോകുന്നൊരു ഫീലാ ഇപ്പം എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത്. ആരോ പാതി വഴിക്ക് ഉപേക്ഷിച്ചിട്ട് പോകുന്നൊരു ഫീലാന്ന്. ഇത് കേട്ടോണ്ട് അലീന പറഞ്ഞു, മനുവേട്ട എന്താ മനുവേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരിക്കലും ഞാൻ ആരെയും, മനുവേട്ടനെ എന്നല്ല, ആരെയും പാതി വഴിക്ക് ഇട്ടിട്ട് പോകുന്നതല്ല. ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് പ്രശ്നങ്ങൾ വഷളാവുകയുള്ളൂ. അത് വേണ്ട മനുവേട്ട, അതുകൊണ്ട് മാത്രം ഞാൻ ഇവിടുന്ന് പോകുന്നത്, അല്ലാതെ ഇവിടെയുള്ള ആരെയും ഇഷ്ടമല്ലാഞ്ഞിട്ടോ അങ്ങനെയൊന്നും അല്ല ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണ പറഞ്ഞു, അത് പിന്നെ നിങ്ങൾ രണ്ടും സംസാരിച്ച് ഇരിക്കുക കേട്ടോ, ഞാനിപ്പോ വരാന്ന് പറഞ്ഞിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറിയൊക്കെ പോയിട്ടോ. ഇവരെ സംസാരിച്ചോട്ടെ, ഏതായാലും ഇനിയിപ്പം കുറച്ച് ദിവസം കൂടെ അല്ലേ ഉള്ളൂ മനുവിന് അലീനോട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ സമയം. അപ്പൊ കൃഷ്ണമോൾ അങ്ങ് മാറിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അത് പിന്നെ മനുവേട്ടൻ പറഞ്ഞത് ശരിയാ, എനിക്ക് മനുവേട്ടൻ എല്ലാം ആയിരുന്നു. മനുവേട്ടനെ എനിക്ക് ഒരു ആശ്വാസമായിരുന്നു. മനുവേട്ടന്റെ
എന്തോ മനുവേട്ടന്റെ കൈകൾ എന്നെ താങ്ങി നിർത്തുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വേറൊന്നും കൊണ്ടുമല്ല, ഈ വീട്ടിൽ ഞാൻ വന്നില്ലേ, വന്ന് താമസിക്കുമ്പം മനുവേട്ടൻ വരുമ്പോഴേ എന്തോ മനസ്സിലൊരു കുളിർമഴ പെയ്യുന്നത് പോലെയാ. എന്തോ എന്നെ രക്ഷിക്കാൻ ആരോ വരുന്നത് പോലെ, അല്ലെങ്കിൽ ദേ എന്നെ നോക്കിക്കോളും, ഇനി എല്ലാ കാര്യങ്ങളും ദേ വന്നയാള് നോക്കിക്കോളും എന്ന ആ ഒരു തോന്നൽ, അതെല്ലാം എനിക്കും ഉണ്ട് മനുവേട്ട. എനിക്ക് മനുവേട്ടനെ ഒരിക്കലും മറക്കാനോ വെറുക്കാനോ, അതുപോലെ മനുവേട്ടൻ വിചാരിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. മനുവേട്ടൻ എന്നോട് സ്നേഹമുണ്ട് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ആ ഒരു സ്നേഹം അത് മുതലെടുത്ത് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തകരാൻ പോകുന്നത്, ദേ ഇവിടെ 3 പേരുണ്ട്, 3 പിള്ളേരുണ്ട്. ആ 3 പിള്ളേരുടെ ജീവിതമാ, ആ 3 പിള്ളേരുടെ അമ്മയുടെ ജീവിതമാ. അത് തകർത്തുകൊണ്ട് വേറൊരു ജീവിതം കെട്ടിപ്പൊക്കേണ്ട ഒരാവശ്യവും എനിക്കില്ല മനുവേട്ട. അതുകൊണ്ടാ ഞാൻ പോകുവാന്ന് പറഞ്ഞത്. ഞാൻ പോകുമ്പം ആദ്യം ഒരു കുറച്ച് വിഷമമൊക്കെ കാണുമായിരിക്കും. പിന്നെ പതിയെ 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 എല്ലാവരും അത് ഡീൽ ചെയ്ത് പൊക്കോളും. അങ്ങനെയാണ് മനുഷ്യ സഹജമായ കാര്യങ്ങൾ അതൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, എത്ര സിമ്പിളായിട്ടാ അലീന നീ ഇതൊക്കെ പറയുന്നത്. ഈ പറയുന്ന എനിക്കോ കൃഷ്ണമോൾക്കോ ബബിതയ്ക്കോ രോഹിത്തിനോ ഒന്നും നീ പറയുന്ന പോലെ പെട്ടെന്ന് നിന്നെ മറക്കാനായിട്ട് പറ്റില്ല. അതിന് കാരണം നീ തന്നെയാ. നിന്നെ അറിഞ്ഞവര്, നിന്നെ കണ്ടവര്, ഇവർക്കൊന്നും നിന്നെ പെട്ടെന്ന് മറക്കാൻ പറ്റില്ല അലീന. അതെന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇനി ഞാൻ തർക്കിക്കാനോ അതുപോലെ നിന്നെ പിടിച്ചു നിർത്താനോ ഒന്നും പോകുന്നില്ല. നീ ചെല്ലുന്ന സ്ഥലം സേഫ് ആയിരിക്കണം, നീ ചെല്ലുന്നിടത്ത് നീ നല്ലതുപോലെ നിൽക്കണം എന്നൊക്കെ ഞാൻ ഇനി ആഗ്രഹിക്കുന്നുള്ളൂ, ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനുവിന്റെ കണ്ണിൽ നിന്ന് പൊഴിയാതെ കണ്ണുനീര് പൊഴിഞ്ഞതുപോലെയാണ് കേട്ടോ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാലേ, രണ്ടുപേര് വന്നിട്ടുണ്ടല്ലോ, ശിവശങ്കര മേനോനും ഗംഗാധര മേനോനും. നേരെ ചെല്ലാണ് ബാലചന്ദ്രനെ കാണാനായിട്ട്. ബാലചന്ദ്രനാണെങ്കിൽ ഫ്രഷ് ഒക്കെ ആയിട്ട് ഇവർ വരുന്നത് നോക്കി തന്നെ ഇരിക്കുക. ഇവർ വരുന്നത് അറിയുകയൊക്കെ ചെയ്തു, പക്ഷെ അറിയാത്തൊരു ഭാവത്തില് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇവർ ചെന്നിട്ട് മിസ്റ്റർ ബാലചന്ദ്രൻ എന്ന് വിളിച്ചു കേട്ടോ നമ്മുടെ ഗംഗാധര മേനോൻ. അപ്പോഴത്തേക്കും ഇതാരാ വന്നിരിക്കുന്നത്, കേറി വാ. നിങ്ങൾ അവിടെ നിന്നിട്ട് മിസ്റ്റർ ബാലചന്ദ്രൻ എന്ന് വിളിക്കേണ്ട എന്ത് കാര്യമുള്ളത്, കേറി വാ. അല്ല എന്തു പറ്റി, രണ്ടാളുടെയും മുഖത്ത് ഒരു എന്തോ ഒരു വേണ്ടാത്തൊരു ഭാവമാണല്ലോ എന്ന്. അപ്പോഴത്തേക്കും ശിവൻ പറഞ്ഞു, കളിയാക്കാലോ, ഞങ്ങളെ കളിയാക്കാന് ഇപ്പം ഏക അർഹനായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് ബാലേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. ബാലേട്ടന് ഇഷ്ടമുള്ളത്രയോ, ബാലേട്ടന് മതിവരുന്നത്രയോ ബാലേട്ടൻ കളിയാക്കിക്കോ, ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോ ഈ ബാലന്റെ മുമ്പില് ചുളുങ്ങി ഇപ്പം നിൽക്കുന്നുണ്ടെങ്കിലേ തെറ്റുകാരായിട്ടാ, തെറ്റ് ചെയ്തിട്ടാ. അതുകൊണ്ട് തന്നെയാ ഈ ബാലന്റെ കളിയാക്കലുകളും ബാലന്റെ കുത്തുവാക്കുകളും ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാം ഏറ്റെടുത്ത് ഇപ്പൊ എന്റെ മുമ്പില് ചുളുങ്ങി നിൽക്കുന്നത്. ഇനി എന്തോരം ചുളുങ്ങാൻ കിടക്കുന്നു. അല്ല ഗംഗാധരൻ അല്ല ഗംഗേട്ടൻ വല്ലാണ്ടങ്ങ് വേർക്കുന്നുണ്ടല്ലോ, എന്താ ടൗല് വല്ലതും വേണോന്ന് ചോദിച്ചപ്പോഴത്തേക്കും, വേണ്ട ബാല, ടൗലൊന്നും വേണ്ട. അതെ, ഞങ്ങൾ വന്ന കാര്യം ഒരു മുഖവരയും ഇല്ലാതെ അങ്ങ് പറയാ. വേറൊന്നുമല്ല, 2 ദിവസമായിട്ട് ബാലൻ ഇവിടെ ഇല്ലെന്നറിഞ്ഞു. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് നിന്ന് വന്ന സ്റ്റാൻലിയുടെ അഡ്രസ്സും മേടിച്ചോണ്ട് പോയി. അല്ല ബാലന്റെ ഉദ്ദേശം എന്താ ബാല, നീ പറ, നീ എവിടെയാ അലീനയെ കൊണ്ടാക്കാൻ പോകുന്നത്, അത് ഞങ്ങൾക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞപ്പം, അമ്മയുടെ ആങ്ങളമാർക്ക്, അതായത് അലീനയുടെ അമ്മാവന്മാർക്ക് അലീനയെ എവിടെയാ കൊണ്ടാക്കുന്നത്, സേഫ് ആണോ അല്ലയോ എന്നൊക്കെ അറിയാനുള്ള ആ ഒരു രീതിയിലുള്ള ചോദ്യമല്ല ഈ ചോദിച്ചത്. എനിക്കറിയാം അവൾ എവിടെ പോയാലും നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല. അവൾ എവിടെ പോയാലും നിങ്ങൾക്കോ നിങ്ങളുടെ പെങ്ങൾക്കോ യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് കുഴപ്പം ഉണ്ടാകാൻ പോകുന്ന ഒരു സ്ഥലത്തേക്ക് തന്നെയാണെന്നേ ഞാൻ അവളെ കൊണ്ടുവിടാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഞാൻ ഡ്രൈവ് ചെയ്ത് അത്രയും ദൂരം വന്നപ്പോഴത്തേക്കും ഗംഗേട്ടൻ എന്താ വിചാരിച്ചത്, വെറുതെ ഗംഗേട്ടനെ ചുമ്മാ പേടിപ്പിച്ചിട്ട് അങ്ങ് ഞാൻ പോകുന്നോ? അല്ല, സ്റ്റാൻലിയുടെ പേരും വിവരവും അഡ്രസ്സൊക്കെ ചോദിച്ച് സ്റ്റാൻലിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ ഗംഗേട്ടന്റെ മുഖത്തുണ്ടാകുന്ന ഭയം കണ്ട് ആസ്വദിച്ചിട്ട് ഞാനങ്ങ് പോകാനാണെന്നാണോ ഗംഗേട്ടൻ വിചാരിച്ചത്? ഒരിക്കലുമല്ല ഗംഗേട്ട. ഞാന് അവിടെ ഗംഗേട്ടനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാൻലിയുടെ അഡ്രസ്സ് മേടിക്കാനാണെങ്കിൽ ഞാന് സ്റ്റാൻലിയെ പോയി കണ്ടിട്ടുണ്ട്. ഗംഗാധര മേനോൻ ഒന്ന് സൂക്ഷിക്കണം ഇനി. അതുപോലെ ശിവശങ്കര മേനോനും ഒന്ന് സൂക്ഷിക്കണം. സൂക്ഷിച്ചും കണ്ടും മാത്രം ഈ ബാലനോട് സംസാരിക്കുക, കേട്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, എടാ ബാല, ഞങ്ങൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്, എന്ത് തെറ്റ് ചെയ്തെന്നാ നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോ, തെറ്റ് ചെയ്യാത്ത ഒരാള്, കേട്ടാ തെറ്റ് ചെയ്തില്ലെന്ന് നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി പറയുന്ന വാക്കുകളുണ്ടല്ലോ,
അപ്പൊ തന്നെ നിങ്ങളുടെ മുഖത്ത് പ്രതിധ്വനിക്കുന്നുണ്ട്, തെറ്റിന്റെ കൂമ്പാരം ചെയ്തിട്ടാണ് ഒരുവന്റെ മുമ്പിൽ വന്നു നിന്ന് സംസാരിക്കുന്നത് എന്ന്. നിങ്ങൾക്ക് നാക്കുയർത്താൻ എങ്ങനെയാ തോന്നുന്നത്? 23 വർഷം മുമ്പ് ഞാന് നിങ്ങളാൽ ചതിക്കപ്പെട്ടു, നിങ്ങളുടെ പെങ്ങളാൽ ചതിക്കപ്പെട്ടു. ചതിച്ചു, എന്നെ എല്ലാവരും കൂടെ കുഴി കൊണ്ട് തള്ളിയിട്ടു. ഞാന് എന്തോ വലിയ സ്വർഗം കിട്ടിയതുപോലെ, ഒത്തിരി നാൾ കാത്തിരുന്നതോ പവിഴം കിട്ടിയതുപോലെ ഞാന് അത് ചേർത്ത് പിടിച്ചതേ ഉള്ളൂ. ഒരിക്കലും ഞാൻ തള്ളിക്കളഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങളുടെ പെങ്ങളുടെ സ്വഭാവം അനുസരിച്ച് 2ാം പൊക്കം 3ാം പൊക്കം വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഡിവോഴ്സ് നൽകിയിട്ട് പോയേനെ. വേറെ വല്ല ആണുങ്ങളാണെങ്കിൽ ഞാന് അവളോടുള്ള എന്റെ സ്നേഹം, ഞാന് അവളെ സ്നേഹിച്ചത് അതൊക്കെ എന്റെ മനസ്സിലുള്ളത് കൊണ്ടാ അത്രയ്ക്കും വൃത്തികെട്ടവളായിട്ടും അവളുടെ കൂടെ ഞാൻ 23 വർഷക്കാലം ജീവിച്ചത്. അവള് എന്നെ തല്ലിയിട്ട് വരെയുണ്ട്, അത് ഞാൻ നിന്ന് കൊണ്ടിട്ട് വരെയുണ്ട്. എന്നിട്ട് പോട്ടെ എന്റെ 3 മക്കളുടെ അമ്മയല്ലേ എന്നോർത്ത് ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്, കുടുംബമല്ലേ എന്നോർത്ത് ഞാൻ ക്ഷമിച്ചിട്ടുണ്ട്, സഹിച്ചിട്ടുണ്ട്. ഇനി ക്ഷമിക്കാനോ സഹിക്കാനോ ഒന്നിനും ഈ ബാലന് പറ്റില്ല. കാരണം ബാലൻ അത്രമാത്രം വിളറി വെളുത്ത് നിൽക്കുക ഇവിടെ. ഞാൻ പോയിട്ട് അലീനയെ സേഫ് ആക്കാനുള്ള സ്ഥലം കണ്ടു. അത് വേറെ ആരുമല്ല, അവൾ ഏറ്റവും കൂടുതൽ സേഫ് അവൾക്ക് ജന്മം നൽകിയ അവളുടെ അച്ഛൻ തന്നെയാണ്. അവളുടെ സിരകളിൽ ഓടുന്ന അതേ രക്തമാണ് അയാളുടെയും സിരകളിൽ ഓടുന്നത്. അയാളുടെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്താണോ ഞാൻ അവളെ സേഫ് ആയിട്ട് കൊണ്ടാക്കേണ്ടത്? കഥകളൊക്കെ ഞാൻ സ്റ്റാൻലിയോട് പറഞ്ഞു. ഇനിയിപ്പം അലീനെ കൊണ്ടുപോകാൻ വരുന്ന താമസം, അലീനയെ ചിലപ്പോൾ കൊണ്ടുപോകാം, ഇനി വൈജയെ പോലെ ചിലപ്പം തള്ളിക്കളഞ്ഞേക്കാം എന്ന് പറയുമ്പം എന്തിനായിരുന്നു ഇതൊക്കെ ബാല? ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അല്ല, ഇപ്പം ബാലൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ കൊണ്ടുപോയേക്കാം, ചിലപ്പോൾ തള്ളിക്കളഞ്ഞേക്കാം. പിന്നെ എന്തിനായിരുന്നു ബാലൻ ഇത്രയ്ക്കും റിസ്ക് എടുത്ത് അവിടെ പോയത്? ചിലപ്പം അയാള് അലീനയെ സ്വീകരിച്ചില്ലെങ്കിലോ? ഇതിന് വേറെ എന്തെങ്കിലും പരിഹാരം ബാലൻ കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പരിഹാരം ഒരുപാട് ബാലന്റെ കയ്യിലുണ്ട്. ഒരു പരിഹാരവും കൂടി ബാലൻ കണ്ടുവച്ചിട്ടുണ്ട്. ആ പരിഹാരം എന്താണെന്ന് എന്റെ അളിയന്മാർക്ക് അറിയണോ? വേറൊന്നുമല്ല, അവക്ക് ഒരു തന്തയുണ്ടെങ്കിൽ അതിനൊരു തള്ളയും ഉണ്ടല്ലോ. ആ തള്ളയോട് ചെന്നങ്ങ് പറയും, 23 വർഷം മുമ്പ് ആങ്ങളമാര് നിന്നെ വഞ്ചിച്ചു എന്നും, നീ ഓർത്തിരിക്കുന്നില്ലേ മരിച്ചുപോയി ഒരു പെൺകുട്ടിയെന്ന്? നിനക്കും നിന്റെ പ്രിയതമൻ സ്റ്റാൻലിക്കും ഉണ്ടായ പെൺകുട്ടി മരിച്ചുപോയെന്ന്. ആ പെൺകുട്ടിയാടി ഈ വന്ന് നിൽക്കുന്നത് എന്ന് ഞാൻ പോയി പറയും. ഈ പറയുന്ന വൈജ പിന്നെ നിങ്ങളെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് ഒന്ന് ഊഹിക്കാമല്ലോ. അതുപോലെ ഈ സ്റ്റാൻലിയുടെ കാര്യം പിന്നെ പോട്ടെ, അയാൾക്ക് വേറെ കുടുംബമായി കുട്ടികളായി എല്ലാം നോക്കിയും കണ്ടും മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും. പക്ഷെ നിങ്ങളുടെ പെങ്ങള് ഒരിക്കലും ഒന്നും നോക്കിയും കണ്ടും ചെയ്യില്ല. അവളോട് എടുത്തുചാട്ടക്കാരിയാണെന്ന് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാന്നുള്ളതാ. ആങ്ങളമാരും അച്ഛനും കൂടെ ചേർന്ന് തന്നെ പറ്റിച്ചു, തന്റെ കുഞ്ഞിനെ മാറ്റി നിർത്തി, തന്റെ കുഞ്ഞിനെ കുഞ്ഞ് മരിച്ചുപോയി എന്ന് വിശ്വസിപ്പിച്ച് വേറൊരു വിവാഹം കഴിപ്പിച്ച നിങ്ങളെ അവള് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലും. പിന്നെ ഒരിക്കലും നിങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. ആർക്ക്? നിങ്ങളുടെ പെങ്ങക്ക്. ഇതെല്ലാം മറന്നിട്ടാണോ എന്റെ പൊന്ന് കെങ്ങേട്ട നീ വന്ന് നിന്ന് പ്രസംഗിക്കുന്നത്? അല്ല, പ്രസംഗം കഴിഞ്ഞെങ്കിൽ തിരിച്ചു പോകാം. അലീനയെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവുകയും ചെയ്യും, അലീനയുടെ അച്ഛൻ്റെ അടുത്താക്കുകയും ചെയ്യും, അലീനയുടെ അച്ഛൻ്റെ കൂടെ വളരുകയും ചെയ്യും. ബാക്കി കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കുറെ കുഴി മൂടിക്കിടക്കുന്ന അസത്യങ്ങളും ഒക്കെ പുറത്തു വരാനുണ്ടെന്നാണ് സ്റ്റാൻലി പറഞ്ഞത്. വെറും നഷ്ടങ്ങൾ മാത്രമല്ലേ നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്? നിങ്ങളുടെ ഒരു കണക്ക് ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? സ്റ്റാൻലിനെ പറഞ്ഞു പറ്റിച്ചു. അവിടുന്ന് സ്റ്റാൻലിനെ പറഞ്ഞു പറ്റിച്ച് വൈജയനെയും സ്റ്റാൻലിനെയും രണ്ടാക്കി, സ്റ്റാൻലിനെ വേറെ എടുത്താക്കി, വൈജയനെ വേറെ ഒരിടത്താക്കിയിട്ട് ലാസ്റ്റ് പ്രസവവും കഴിഞ്ഞ് അവളെ വേറൊരാളുടെ തലയിൽ കെട്ടിവെച്ചു. നിങ്ങൾ കാണിച്ചിരിക്കുന്ന തെറ്റ് എത്രമാത്രം വലുതാണെന്ന് അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. എണ്ണി ഈ പറയുന്ന വൈജയും സ്റ്റാൻലിയൊക്കെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോകുന്നു. ഇപ്പൊ തന്നെ ഉത്തരം മുട്ടിയാണ് കേട്ടോ നമ്മുടെ ശിവശങ്കര മേനോനും ഗംഗാധര മേനോനും ഇതെല്ലാം നിന്ന് അവിടെ കേട്ടത്. ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷവും അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയരുത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട്. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഫോളോയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പൊ ടാറ്റ ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് കാണാമേ.